എനിക്ക് 10 തെറിയൊക്കെ കിട്ടി. എന്തിന് ഗൈസ്? ഹലോ ഷിട്ടുമണികളെ, അപ്പൊ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ ഔട്ട് വ്ളോഗാണ്. നമ്മളെല്ലാരും ഫാമിലി ആയിട്ട് പുറത്തു പോവാണ്. സോ നമുക്ക് എന്തിനാണ് പോകുന്നതെന്നൊക്കെ നമുക്ക് തുടർന്ന് വ്ളോഗിൽ കാണാം. നമ്മളിറങ്ങി എല്ലാം കയ്യിലാണ്, മുഖത്ത് കുറച്ച് ഇട്ടിട്ടുള്ളൂ എല്ലാം ഉണ്ട്. ബാക്കി അല്ല, മുഖത്തങ്ങനെ കരി ഒന്നും പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ബാക്കി ഇരുന്ന് വണ്ടി ഇരുന്ന് നമുക്ക് ചെയ്യാം. ഓക്കെ ഗൈസ്, നമ്മൾ ഇറങ്ങാൻ പോവാണ്. അപ്പം എന്തിനാണ് പോണേ? അത് നമുക്ക് കുറച്ച് ആൾക്കാരെ പിക്ക് ചെയ്യാനുണ്ട്, എന്നിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ ഗൈസ്, നമുക്ക് ഇവരെയാണ് മീറ്റ് ചെയ്യാനുണ്ടായിരുന്നത്. ഓക്കെ ഗൈസ്, ദിസ് ഈസ് മഞ്ഞ പ്രകാശം മുഖത്തേക്ക് അടിക്കുന്നു. സോ ഗൈസ്, ഇത് മാമൻ, ഇതാണ് എന്റെ മാമൻ ഗൈസ്. അമ്മമ്മ കരയുന്ന എന്തിന് ഗൈസ്? അമ്മമ്മ കരയുവാണ്. എന്തിനാന്ന് എനിക്ക് അറിഞ്ഞോളാം. എനിക്ക് 10 തെറിയൊക്കെ കിട്ടി. നീ വലുതാകുമ്പോ നിനക്ക് കിട്ടോടി. ഓഫ് ചെയ്തോ ഗൈസ്? ഇവിടെ തിരുവനന്തപുരംകാരും കൊല്ലംകാരും തമ്മിൽ അടിയാണ്. ചേച്ചിയും അനിയനും കൊല്ലം തിരുവനന്തപുരംകാരാണ്, രണ്ടുപേരും കൊല്ലംകാരാണ്. അപ്പോഴത്തേക്കും അടിയാണ് ഇവിടെ എപ്പോഴും. കൊല്ലം തിരുവനന്തപുരം പറഞ്ഞ് എപ്പോഴും അടിയാണ്. അല്ലേ ലച്ചു? എപ്പോഴും അടിയാണ്. നമ്മളിപ്പോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. നമ്മള് ശരിക്കും പറഞ്ഞ മാമിക്ക് ടോപ്പ് നോക്കാൻ വന്നതാണ് നമ്മളെല്ലാരും കൂടെ. അത് കഴിഞ്ഞ് നമ്മൾ എന്തിന് പോകും? നമ്മള് കലാശം കാണാൻ പോകും. ഉറക്കം എണ്ണിട്ടതേ ഉള്ളൂ. പുള്ളിക്കാരി ചിരിക്കുകയാണ്. ചിക്കൻ കറിയാണ് വന്നിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ വേറെ കടയിലാണ് പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ആക്ച്വലി ഇവിടെ കളക്ഷൻസ് ഒന്നും ഇല്ലാത്തത് കൊണ്ടല്ല നമ്മൾ ഇറങ്ങിയത്. കളക്ഷൻസ് ഒക്കെ ഉണ്ട്, പക്ഷേ മാമിക്ക് ഇഷ്ടപ്പെട്ടത് ഒരെണ്ണം മാമി മനസ്സിൽ വിചാരിച്ചാണ്, അത് കിട്ടില്ല. അതാണ് സംഭവം. ഓക്കെ ഗൈസ്, ഞങ്ങളങ്ങനെ ആ ചിക്കൻ കറി സ്റ്റോറിൽ നിന്ന് ഇറങ്ങി. അവിടെ നിന്ന് നേരെ ഞങ്ങള് ശ്രീകാര്യത്തോട്ട് പോയി. അവിടെയാണ് നമ്മൾ എപ്പോഴും കാണാറുള്ള കൊട്ടിക്കലാശം. നമ്മൾ പാട്ടൊക്കെ ഇട്ട് നല്ല വൈബായിട്ടാണ് എവിടെ പോയാലും ഒരുമിച്ച് പോകാറുള്ളത്. വി ആർ വെരി വെരി ഹാപ്പി പീപ്പിൾ. രുക്കുവിന് ബ്രൗൺ ഐസ് ആണ്, ലച്ചുവിന് ബ്ലാക്ക് ഐസും. അതുകൊണ്ട് ലച്ചുവിന് ഇച്ചിരി വിഷമമാണ്, ലച്ചുവിന് ബ്രൗൺ ഐസ് കിട്ടിയില്ല എന്നുള്ളത്. കൊട്ടിക്കലാശം കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫാഷൻ സ്റ്റോറിലോട്ടാണ് പോകുന്നത്. ഗൈസ്, നമ്മളെല്ലാരും കൂടെ കൊട്ടിക്കലാശം കാണാൻ പോവുകയാണ് ഫാമിലി ആയിട്ട്. ആൻഡ് ശ്രീകാര്യത്തുള്ള നമുക്ക് ഇതൊരു വലിയൊരു ആഘോഷം, ഉത്സവം പോലെയാണ്. കാരണം നമ്മൾ ശ്രീകാര്യം ജംഗ്ഷനിൽ നമുക്ക് പണ്ട് തുണിക്കട ഉണ്ടായിരുന്നു. അപ്പം എപ്പോഴും കാണുന്നതുകൊണ്ട് നമുക്കിതൊരു ഉത്സവം പോലെയാണ്. സോ നമ്മൾ അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ആൻഡ് കുറച്ച് പേർക്കൊക്കെ ഇത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ്. പാർട്ടി ഒന്നുമല്ല, നമ്മൾ ഒരു പാർട്ടി അല്ല, വെറുതെ കാണുക, സന്തോഷിക്കുക, തിരിച്ചു വരിക, അത്രേ ഉള്ളൂ. ശ്രീകാര്യം ജംഗ്ഷൻ
അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പരിപാടികൾ. ഗൈസ്, ഞാൻ ഇന്നാണ് അറിയുന്നത് കേരളത്തിൽ മാത്രമേ കുട്ടിക്കലാശം ഉള്ളൂ എന്നുള്ള കാര്യം. നമ്മുടെ ഈ കുട്ടിക്കലാശം കാണുമ്പോൾ നോർത്ത് ഇന്ത്യൻസിന് ഭയങ്കര അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യം. ഞാനൊരു കമന്റ് കണ്ടാണ് സെലിബ്രേഷന് പകരം വി ചൂസ് വയലൻസ് എന്ന് പറഞ്ഞാല് നമ്മുടെ ഇവിടെ മാത്രമേ ഇങ്ങനെ ഉള്ളൂ എന്നല്ല അതിന്റെ അർത്ഥം. ഒരു ന്യൂസ് ചാനൽ വരെ നമ്മുടെ കേരളത്തെ കുട്ടിക്കലാശത്തെ ഫീച്ചറിങ് ചെയ്യുന്നത് ഞാൻ കണ്ടായിരുന്നു. കഥകളി, DJ, പാട്ട്, അങ്ങനെ ലൈക്ക് എ സെലിബ്രേഷൻ. സംടൈംസ് ഞാൻ വിചാരിക്കും ഇന്ത്യയിൽ കേരളത്തിൽ തന്നെ ജനിച്ചത് എന്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. എല്ലാ സ്റ്റേറ്റ്സിലും അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്തായാലും കാണും. അതിനിടയ്ക്ക് കാശിക്ക് കുറച്ച് ബലൂൺ കിട്ടി. ആ ബലൂൺസ് എല്ലാം തിരിച്ചു കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഗൈസ്, നമ്മളപ്പോ ചായ കുടിക്കാൻ ഇറങ്ങി എല്ലാരും കൂടെ. ചായ, സംതിങ് കടി, അങ്ങനെ എന്തെങ്കിലും നമ്മൾ കഴിക്കാം എന്ന് പ്ലാൻ ചെയ്യുന്നു. So we are going to eat something. This now recharge ആണ്. റീചാർജ് ചെയ്യാൻ കിടത്തിയിരിക്കുകയാണ്. അമ്മ കുടിച്ചിട്ട് So guys, ഞാനൊരു മസാല കൊണ്ടാണ് വാങ്ങിച്ചത്. So we are finally നമ്മളിപ്പം എവിടെ എത്തി? അയ്യോ, നമ്മളിപ്പം ലുലു മാളെത്തി. കരിയൊക്കെ ഫുള്ള സ്പ്രെഡായി, ഭയങ്കര ചൂടായോണ്ട് അസഹനീയമായ ചൂടാണ്. സോ എല്ലാം നമുക്ക് പെട്ടെന്ന് സ്പ്രെഡാവും. ആകെ ലിപ്സ്റ്റിക്ക് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എല്ലാവരും ഉണ്ട് ഗൈസ്. വാവ് ഗൈസ്, വാവ് ആയിട്ട് എല്ലാവരും ഉണ്ട്. ലച്ചു പിണങ്ങി ഗൈസ്, ലച്ചുവിനെ വീഡിയോ എടുത്തില്ലെന്ന് പറഞ്ഞേ. ഉന്തൻ കൈ വീശി വീഡിയോ എടുത്തു. ഓക്കെ, ബീപ് ബീപ് സാധനത്തിലൂടെ കയറി നമ്മൾ ഡ്രസ് വാങ്ങാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡ്രസ്സസ് നോക്കാൻ പോവാണ്. ഇപ്പം അടുത്തായിട്ടൊരു ഫാമിലി ഫങ്ഷൻ ഉണ്ട്. സോ അതിനായിട്ട് നമുക്ക് ഡ്രസ്സ് വേണം. അപ്പം അത് നോക്കാനാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈ പുള്ളിക്കാരിക്കാണ് ഡ്രസ്സ് വേണ്ടത്. ചിക്കൻ കറി, ചിക്കൻ പുള്ളിക്കാരിയുടെ പുള്ളിക്കാരനാണ്. 9th April 9th ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. വെഡിങ് ആനിവേഴ്സറി ഗിഫ്റ്റാണ് ഇത്. ഇത് ആദ്യം കിട്ടിയ ഗിഫ്റ്റ് വെഡിങ് ആനിവേഴ്സറിക്ക് 2016 യാ. സോ ഗായ്സ്, നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇത് ഫാഷൻ സ്റ്റോറിൽ നല്ല ടോപ്പ് തന്നെ വാങ്ങിച്ചത്. സ്റ്റുഡിയോ അടിയിൽ ഫുട്ബോൾ ഉണ്ട്. പിന്നെ ഒരു ക്യാരം ബോർഡ് ഓഫറിന് കണ്ടു, നമ്മളത് വാങ്ങിച്ചു. ഇറ്റ്സ് ഫോർ ലച്ചു. മാമന് ലച്ചുവിനെ ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ് മാമൻ ലച്ചുവിനെല്ലാം വാങ്ങിച്ചത്. ആര് മാമൻ? അപ്പൊ അമ്മമ്മക്ക് നമ്മള് ഗ്രേപ്പ് ജ്യൂസ്, പിന്നെ വറ്റൽ മീൻ, മരിച്ചിന് പൊരിച്ചത്, കപ്പലണ്ടി, ഉരുളക്കിഴങ്ങ് പൊരിച്ചത്, മസാല കപ്പലണ്ടി, പിന്നെ എന്തോന്ന് ഓമപ്പൊടി. അപ്പൊ പിന്നെ ഒരു മാമൻ ഗിഫ്റ്റ് തന്നെയാണ്. എന്റെ മാമന് ഗിഫ്റ്റ് തന്നാണ്. മാമന് മാമി നമ്മള് അമ്മമ്മയുടെ വീട്ടിലെത്തി. ലച്ചുവിന്റെ ക്യാരമല് ലച്ചു റെഡിയാക്കിയെന്നാണ് ലച്ചു പറയുന്നത്. ക്യാരമൽ. സോ ഗൈസ്, നമ്മള് സാധനങ്ങൾ എടുക്കാം. ഗ്രേപ്പ് ജ്യൂസ്, ഫ്രൂട്ടോജൻ ഗ്രേപ്പോ. സോ നമുക്ക് വാങ്ങി കൊണ്ടുകൊടുക്കാം. അമ്മ ദേഷ്യത്തിലാണ്. നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ദ ഗൈസ്, സ്നാക്സ്, ജ്യൂസ് എല്ലാം തിന്നിട്ട് കിടന്നോളൂ. അമ്മമ്മയുടെ ബർത്ത്ഡേ അല്ലേ? തൃശ്ശൂർ പൂരം. അത് നമുക്ക് ക്യാരമല് കളിക്കുമ്പോ ഉള്ളതാണത്. ഹാപ്പി ബർത്ത്ഡേ അമ്മമ്മ. ഇവനെ നമ്പാത്. ഞാനാണ്. ഇത് ഗ്രേപ്പ് ജ്യൂസ് ആണ് ഗൈസ്. സ്പൂൺ എടുത്തോണ്ടോ? ലച്ചു ഒരു സ്പൂൺ എടുത്തോണ്ടോ ജ്യൂസ്. സോ ഗൈസ്, അമ്മയുടെ ഇത് എന്റെ പ്ലാനാണ്. ക്യാരമല് കളിക്കാൻ പോകണം.
ഓ ഒന്നും കിട്ടിയില്ല ഗൈസ്, ഒന്നും കിട്ടിയില്ല ഗൈസ്, ഒന്നും കിട്ടിയിട്ടില്ല. അപ്പം കിട്ടുമെന്നാണ് കുഞ്ഞാ ചേച്ചിയുടെ പ്രതീക്ഷ. ഗൈസ് ഫൗൾ ആയിട്ടുണ്ട് കുഞ്ഞാ ചേച്ചി, ആദ്യം തന്നെ ഫൗൾ ആയി ഗൈസ്. ഫൗൾ കാശിയുടെ ഒരു 10. ഓ എനിക്ക് റെഡ് കിട്ടി ഗൈസ്. ഐ ഗോട്ട് റെഡ്. അത് കുറച്ചിന് ചക്ക അത് ഒരുമിച്ചാണ് എനിക്ക് കിട്ടിയത്. നമ്മള് ലുഡോ കളിക്കാൻ പോവാണ്. ഓക്കെ ഗൈസ്. ലച്ച് കരയുവാണ് ഗൈസ്. ലച്ച് കരയുവാണ് ഗൈസ്. അതേ കണക്കടി, മാമൻ പറഞ്ഞ കണക്കടി. അറിഞ്ഞൂടെ എന്റെ ഒരു ലൈഫിൽ ഒരു മൈൽ സ്റ്റോൺ ആണോ ഇപ്പൊ നടക്കാൻ പോകുന്നതെന്ന്. ഞാൻ ഇതുവരെയായിട്ട് ജീവിതത്തിൽ ജയിച്ചിട്ടില്ല ഗൈസ്. ഒന്ന് കിട്ടണേ പോവാനെ ഗൈസ്. ഇതെന്റെ ലൈഫിലെ മൈൽ സ്റ്റോൺ ആണോന്ന് എനിക്കറിയത്തില്ല. ഒന്ന് കിട്ടി ഞാൻ അകത്ത് കയറും. എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിലെ ഹാപ്പിയസ്റ്റ് മൂമെന്റ്. ആദ്യമായിട്ട് ലുഡോ ജയിച്ചിരിക്കുന്നു ഗൈസ്. ആദ്യമായിട്ട് ഞാൻ ലുഡോ ജയിച്ചിരിക്കുന്നു. എനിക്ക് ഈ സന്തോഷം സഹിക്കാൻ വയ്യ. എന്റെ ലൈഫ് +2 ആയിട്ടാണ് ഞാൻ ലുഡോ ജയിക്കുന്നത്. ഞാൻ ഇതുവരെയായിട്ട് ലുഡോ കളിക്കാൻ മടിയാണ്, തോക്കുമെന്നായതുകൊണ്ട്. ഫസ്റ്റ് ടൈം ഐ എം സോ ഹാപ്പി.